ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്നതുമായ അപ്ഡേറ്റുകളുമാണ്. സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ ശിവയും ഗ്രേസ് ആൻ്റണിയും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയായിരുന്നു. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയായിരുന്നു. പറന്ത് പോ എന്ന് പറഞ്ഞ സിനിമ. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ 7 ഭാഷകളിലായിട്ട് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുകയാണ്. ആഗസ്റ്റ് മാസം 5-ാം തീയതി ഓൾറെഡി ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ. അടുത്തൊരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈവൻ ഷാഡോസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസിൽ നാളെ, അതായത് 6-ാം തീയതി, ആഗസ്റ്റ് മാസം 6-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്കു സീരീസ് ആണ്. മായ സഭ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. സോണി ലിവിൽ ഈ ഒരു സീരീസ് ആഗസ്റ്റ് മാസം 7-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട്, മലയാള അടക്കമുള്ള ഭാഷകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്കു സീരീസ് ആണ്. അറേബ്യ കാതലി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ സീരീസ് ആമസോൺ പ്രൈമിൽ ആഗസ്റ്റ് മാസം 8-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട്, മലയാള അടക്കമുള്ള ഭാഷകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആമസോൺ പ്രൈമിലാണല്ലോ റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ഹെബുലി കട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ ആഗസ്റ്റ് മാസം 8-ാം തീയതി ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഓക്കെ, അടുത്തത് ടൊവിനോ തോമസും ഭാവനയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു നടികർ എന്ന് പറഞ്ഞ സിനിമ. സിനിപ്ലേ OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തു നിന്നും കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ ഇതിനു മുമ്പേ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ആഗസ്റ്റ് മാസം 8-ാം തീയതി ഈ സിനിമ സിനിപ്ലേ OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തു നിന്ന് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഓക്കെ, ഓഹ എന്തൊരു ബേബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അഞ്ജു കുര്യനും രുദ്രയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അടുത്ത നമ്മുടെ സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ കോർട്ട് റൂം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു JSK എന്ന് പറഞ്ഞ സിനിമ. ജാനകി വി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമ. C5 ഈ ഒരു സിനിമ സ്വാതന്ത്ര്യം പ്രമാണിച്ച് ആഗസ്റ്റ് മാസം 15-ാം തീയതിക്കുള്ളിൽ തന്നെ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകൾ ഇതിനു മുമ്പ് തന്നെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ആഗസ്റ്റ് മാസം 15-ാം തീയതി C5 റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് സൂപ്പർ സിന്ദഗി എന്ന് പറഞ്ഞ സിനിമ. മനോരമാക്സിൽ ഇപ്പോൾ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു കന്നഡ മൂവിയാണ്. സീസ് കഡ്ഡി എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിൽ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസ് ആണ്, തെലുങ്കു സീരീസ് ആണ്. നെറ്റ്വർക്ക് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തെലുങ്കു ഭാഷയിൽ ആഹാ തെലുങ്കിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് തമ്മുడు എന്ന് പറഞ്ഞ തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഡിലേ ആയിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.